ഇപ്പോൾ എ റഹീം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഉപേക്ഷിക്കുന്നു, അവഗണിക്കുന്നു എന്നതാണല്ലോ ഞങ്ങളും കോൺഗ്രസുമെല്ലാം ഇപ്പോഴും പറയുന്ന വാദം. നെഹ്റുവിനെ എന്തേ മറക്കുന്നു എന്നാണല്ലോ കോൺഗ്രസ് ചോദിക്കുന്നത്. എന്താ നെഹ്റുവിന്റെ പ്രത്യേകത? ആ നെഹ്റുവല്ലേ ശാസ്ത്രാവബോധത്തിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ പ്രചാരകൻ എന്ന് പറയാവുന്നയാള്? ആ ശാസ്ത്രാവബോധം ഉയർത്തിപ്പിടിക്കണം. നെഹ്റു ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമായിരുന്നില്ലേ? ആ നെഹ്റുവിന്റെ കോൺഗ്രസ് ഈ ഇന്ന് കൂടോത്ര പാർട്ടിയായി കേരളത്തിൽ മാറിയിരിക്കല്ലേ? ഹത്രാസിന്റെ കൂടി പശ്ചാത്തലത്തിൽ അതിനൊരു പൊളിറ്റിക്കൽ ആംഗിൾ രൂപപ്പെടൽ. അപ്പൊ ഇവിടെ കൂടോത്രം നടത്തുന്നവർക്ക് ഹാത്രാസിലെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് തള്ളിപ്പറയാനാവുക? ഇപ്പോ ശ്രീ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശനം നടത്തി. ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു വശത്ത് കൂടോത്രം, അവിടെ ഇത് ഞാൻ രാഹുൽ ഗാന്ധിയോട് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് മത്സരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഒഴിയുമ്പോൾ അതെങ്കിലും ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയിരുന്നവരായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നവര്. പ്രിയങ്ക വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൂടോത്ര സാധ്യതകൾ കൂടി ഒന്ന് രാഹുൽ പരീക്ഷിക്കുന്നതല്ല. ഹത്രാസിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ കൂടോത്ര കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയേക്കണം. പ്രിയങ്കയ്ക്ക് കൂടോത്രം ഏൽക്കാതിരിക്കാനുള്ള പൂർവ്വക്രിയകൾ എന്തെങ്കിലും ചെയ്തു വിടുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. ആർക്ക് കൂടോത്രം വെക്കാം എന്ന് കരുതുന്ന കേരളത്തിലെ ഒരു പാർട്ടി കോൺഗ്രസ്. ഇപ്പോൾ കൂടോത്രം കോൺഗ്രസായി മാറിയ കൂടോത്ര പാർട്ടിയായ കോൺഗ്രസ് KPCCയുടെ ആഫീസിനകത്ത് നിന്ന് ഏറ്റവും ചുരുങ്ങിയത് നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും ചിത്രമെങ്കിലും എടുത്തു മാറ്റാൻ തയ്യാറാണ്. ഇനി കേരളീയ നവോത്ഥാനം എന്നൊരു വാക്ക് പറയാൻ കോൺഗ്രസിന് അവകാശമില്ല. ഇത് കേരളത്തിന് അപമാനകരമാണ്. കേരളം ലജ്ജതയോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ഇപ്പോ നരബലി നടന്നില്ലേ കേരളത്തിൽ? അത്തരം സംഭവങ്ങളെ നമ്മൾ ഞെട്ടലോടെയല്ലേ കണ്ടത്? അത്തരം സംഭവങ്ങളെയും അങ്ങനെ അന്ധവിശ്വാസങ്ങൾ പിന്തുടരുന്നവരെയും ഇനി എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനോ KPCC അധ്യക്ഷനോ കോൺഗ്രസിനോ അതിന്റെ നേതാക്കൾക്കോ ഇനി തള്ളിപ്പറയാനാവുക? കൂടോത്രം ചെയ്യുന്നത് ശരിയാണെങ്കിൽ നരബലി നടത്തുന്നത് ശരിയല്ലേ എന്ന് അവിടെയുള്ളവർ ചോദിക്കില്ലേ? അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്നവർ, ആ സ്കൂൾ പിന്തുടരുന്നവർ ചോദിക്കില്ലേ? ഈ അന്ധവിശ്വാസങ്ങൾ പിന്തുടരുന്നവർ ചോദിക്കില്ലേ? ഒരു പാർട്ടി തന്നെ ഇതായി മാറുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണം, KPCC പ്രസിഡന്റ് ഇതാണ് അവസ്ഥയെങ്കിൽ, ഒരു KPCC പ്രസിഡന്റ് അല്ല, രണ്ടാമത്തെ KPCC പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റിന്റെയും പിന്നെ ബ്ലോക്ക് പ്രസിഡന്റിന്റെയും ബാക്കിയുള്ളവരുടെയും എല്ലാം വീട്ടിൽ എന്തോ ഒരു കൂടോത്ര പരിപാടികളായിരിക്കും നടന്നിട്ടുണ്ടാവുക, നടത്തിയിട്ടുണ്ടാവുക. ഇത് അങ്ങേയറ്റം അപമാനകരമായ ഒരു കാര്യമാണ്. കേരളം രാജ്യത്തിന്റെ മുമ്പിൽ ഈ കോൺഗ്രസ് കാരണം തലതാഴ്ത്തി നിൽക്കേണ്ട, കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കേരളത്തിൽ DYFI ഞങ്ങൾ കുറെ കാലമായി തന്നെ ഈ അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ, ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ കൂടുതൽ ശക്തമായ ക്യാമ്പയിനുകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് DYFIയുടെ അത് സംബന്ധിച്ചുള്ള നിലപാട്. ആ ഡയറക്ഷനിൽ ഞങ്ങൾ വലിയ ക്യാമ്പയിനുകൾ DYFI ആലോചിക്കുകയും ചെയ്യും. ഇത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണല്ലോ. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ക്യാമ്പയിനുകൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് DYFI തിരിച്ചറിയുന്നു. വലിയ ക്യാമ്പയിനുകൾ DYFI ആ കോൺടെക്സ്റ്റിൽ എടുക്കാനും ആലോചിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാം. അല്ല, DYFI എപ്പോഴും അത്തരം ബില്ലുകളെ വെൽക്കം ചെയ്യുന്ന സംഘടനയാണ് DYFI. തീർച്ചയായിട്ടും അത് വരണം. ദീപു അത് പറയുമ്പോൾ തന്നെ ഈ നിയമത്തിനെല്ലാം അപ്പുറത്ത്, നിയമം വരണം, നിയമം വന്നോട്ടെ, നിയമം വരിക തന്നെ വേണം. നിയമത്തിനപ്പുറത്തുള്ള അവബോധത്തിന്റെ വലിയ പ്രശ്നമുണ്ട്. ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിന്റെയും ക്ലിയറൻസിന്റെയും ക്ലാരിറ്റിയുടെയും പ്രശ്നമുണ്ട്. ഇത് ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു. ഇപ്പോ നരബലി നടത്തി, എന്താ അവർ വിശ്വസിക്കുന്നത്? ഇങ്ങനെ നരബലി ചെയ്താൽ എനിക്ക് വലിയ പണം കിട്ടും എന്ന് വിചാരിക്കില്ല. അതല്ലേ നരബലിയുടെ ബേസ് അതല്ലേ? അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകും, ദോഷങ്ങൾ മാറിപ്പോകും. ഈ കോണ്ടക്റ്റിലാണല്ലോ നരബലി ചെയ്യുന്നത്. എന്താ KPCC പ്രസിഡന്റ് വീട്ടിൽ നിൽക്കുന്നതിന്റെ ഉദ്ദേശം? KPCC പ്രസിഡന്റ് ഈ മഹാന്റെ ശിരസ് പിളർന്ന് ഇയാൾ തൊലഞ്ഞു പോകും, ഇത് കുഴിച്ചിട്ടാൽ എന്ന് കരുതുകയല്ലേ? ആ മാനസിക നിലയെ
നിയമം കൊണ്ട് മാത്രം നമുക്ക് ഇല്ലാതാക്കാനാവും. നിയമം കൊണ്ട് ഇത് ചെയ്യുന്നവനെ വലിയ നിലയിൽ ശിക്ഷിക്കാം. ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ എ റഹീം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കൂടോത്ര പാർട്ടിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്. നവോത്ഥാനം എന്ന് പറയാൻ പോലും കോൺഗ്രസിന് അവകാശമില്ല. ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ചിത്രം കോൺഗ്രസ് ഓഫീസിൽ നിന്ന് എടുത്തു മാറ്റണം. ഹത്രസിൽ പ്രതിഷേധിക്കാൻ അവകാശമില്ല കോൺഗ്രസിന് എന്ന രീതിയിലാണ് അദ്ദേഹം വലിയ വിമർശനമാണ് ഉയർത്തിയത്. ഇടവേള.